ഞാൻ മുസ്തഫ. നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുണ്ടാവും എന്ന് കരുതുന്നു. ചിലവർക്ക് പരിചയമുണ്ടാവും, ചിലവർക്ക് ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഓൺ വോയിസിൽ വരാനുള്ള കാരണം, ഇപ്പോൾ എല്ലാവരും കേരളം മൊത്തം ആഘോഷിക്കുന്നൊരു വിഷയമാണ് നമ്മളെ ദിലീപേട്ടൻ്റെ നിരപരാധികം കോടതി വിട്ടയച്ചതായിട്ട് പ്രഖ്യാപിച്ചത്. അതിൽ ഞാനും സന്തോഷിക്കുന്ന സംഭവമാണ്. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൊരു സംഭവം, ദിലീപേട്ടനും ഞാനും കൂടിയിട്ട് ബോഡി ഗാർഡ് എന്ന ഷൂട്ടിങ്ങിനിടെ ഞാൻ ഷൂട്ടിങ് കാണാൻ വേണ്ടി യാദൃശ്ചികമായി അവിടെ എത്തിപ്പെടുകയും അന്നൊക്കെ സൂപ്പർ സ്റ്റാറായി മിന്നിത്തിളങ്ങി നിൽക്കുന്നൊരു സന്ദർഭമാണ് ദിലീപേട്ടൻ. ആ സമയത്ത് നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനെ പോലെ അടുത്ത് നിന്നപ്പോൾ ഞാൻ അന്നുണ്ടായിരുന്ന എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലോക്കൽ ഫോൺ കൊണ്ട് ഒരു സെൽഫി എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ അങ്ങേര് നിന്ന് തന്നിട്ട് നല്ലൊരു മനുഷ്യനെ പോലെ പറഞ്ഞു. ഇത് അപ്പോൾ അവിടെ സർക്കിളൊക്കെ ഉണ്ടായിരുന്നു, അടുത്ത് ഷൊർണൂർ സർക്കിൾ ഉണ്ടാവും. ഷൊർണൂർ വെച്ചിട്ടാണ്, ചെറുതുരുത്തി പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട്. ആ സന്ദർഭത്തിൽ അങ്ങേര് പറഞ്ഞു തമാശ രൂപത്തിൽ, ഇപ്പോൾ ഞാൻ കേസ് കൊടുത്താൽ ഇവർ പിടിക്കുന്നു. അപ്പോൾ ഞാൻ അത് തമാശ തന്നെ പറഞ്ഞു, ഇല്ല സാറെ പിടിക്കൂല, കാരണം സാറിൻ്റെ അനുവാദത്തോടെ ഓടിയിട്ടാണുള്ളത്, ഇവരൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ തമാശ രൂപത്തിലും. അപ്പോൾ എന്താ ഇത് പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, സർവ്വസാധാരണ മനുഷ്യനെ പോലെ പെരുമാറുന്നൊരു വ്യക്തിയാണ് ആര്? ദിലീപേട്ടൻ. അപ്പോൾ ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ അധികം നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. എത്ര പാവങ്ങളെ സംരക്ഷിക്കുന്നവരാണ്, എത്ര പാവങ്ങൾക്ക് ദാനധർമ്മം ചെയ്യുന്നതാണ്. ഇന്ന് ഒരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊരു പേരോ പ്രസക്തിയോ നേടാതെ കണ്ട് രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് പലതും ആ വ്യക്തികൾ വന്ന് പരസ്യമായി പറഞ്ഞതിട്ട് നമ്മൾക്ക് അറിവുള്ള കാര്യമാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയെ 9 വർഷക്കാലം കോടതിപ്പടി കയറി ഇറങ്ങുന്ന രൂപത്തിൽ ഗൂഢാലോചനയായി പ്രവർത്തിച്ചു വന്നവരെ ദൈവം ഉണ്ട് എന്നുള്ളത് തെളിവായിക്കൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ തുണയാണ് ദിലീപേട്ടനുണ്ടാകുന്നത്. അതുമാത്രമല്ല ആ പാവപ്പെട്ട ജനങ്ങളുടെ പ്രാർത്ഥനയും. കാരണം അങ്ങനത്തെ അത്രയും നല്ലൊരു സന്മനസ്സുള്ള വ്യക്തിക്ക് ഒരിക്കലും അതും ക്രൂരമായൊരു പ്രവർത്തനത്തിലേക്ക് മുൻകൈയെടുക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. അതാണ് ആ മനുഷ്യൻ്റെ ആത്മധൈര്യമാണ് ഇത്രയും കാലം ആ മനുഷ്യനെ പിടിച്ചു നിർത്തിയതും ദൈവം അതിന് നല്ലൊരു വിധിയെ കൊണ്ടുവന്നതും. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആ ഒരു വ്യക്തി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് മനസ്സിൽ ഉറച്ചു തന്നെ ഇരിക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇന്ന് എന്ന് വെച്ച് ഞാൻ ആ കഷ്ടത അനുഭവിച്ച ആ സ്ത്രീയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അങ്ങനത്തെ സ്ത്രീകൾക്കെതിരെ ആര് അതിക്രമം നടത്തിയാലും അവർ ശിക്ഷിക്കപ്പെടണം. അവരെ ശിക്ഷിക്കപ്പെടുക മാത്രമല്ല, അവർക്ക് ക്രൂരമായ ശിക്ഷ തന്നെ വിധിക്കുകയും ചെയ്യണം. ഒരിക്കലും ഒരു സ്ത്രീയുടെ നേരക്കോ ഒരു മനുഷ്യനും ഇനിമേലാൽ അതിക്രമത്തിൻ്റെ മുൻകൈയെടുക്കാൻ മനസ്സ് വരരുത് എന്ന രൂപത്തിലുള്ള ശിക്ഷ കോടതി വിധി നൽകണമെന്നാണ് പറയാനുള്ളത്. പക്ഷേ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അത് അങ്ങനത്തെ ഒരു ക്രൂര കൃത്യക്ക് ഒരിക്കലും നിൽക്കില്ല എന്നുള്ള പരിപൂർണ വിശ്വാസമുണ്ടായിരുന്നു. അന്നും ഇന്നും എന്നും മനസ്സുകൊണ്ട് ദൈവത്തോട് നല്ല പ്രാർത്ഥിച്ചൊരു വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയുടെ സൽമനസ് എത്രത്തോളമാണ് എന്ന് തൊട്ടറിഞ്ഞവനാണ്, കണ്ടറിഞ്ഞവനാണ്, കേട്ടറിഞ്ഞവനാണ്. ആ ഒരു മനസ്സോടി ദിലീപേട്ട എന്നും ആത്മധൈര്യം കൈയും വിടാതെ കണ്ട് മുന്നോട്ട് തന്നെ പോകണമെന്നും, നല്ലൊരു നടനാണ് നിങ്ങൾ, നല്ലൊരു മനസ്സിൻ്റെ വ്യക്തിയും കൂടിയാണ്. സിനിമ എന്ന് പറയുന്ന ലോകത്തിനേക്കാൾ വലുതാണ് നിങ്ങളുടെ ആ നന്മ നിറഞ്ഞ മനസ്സ്. ആ മനസ്സ് ഉള്ളിടത്തോളം കാലം
ദിലീപേട്ട, ദൈവം നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്നും മുൻപന്തിയിൽ കാണാൻ, നേരിട്ട് കാണണമെന്ന് വീണ്ടും വീണ്ടും ആഗ്രഹം മനസ്സിൽ ഉണ്ട് എങ്കിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ദൈവം അതിന് വീണ്ടും ഒരു തുണ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടിട്ട് കാണും വരെ കാത്തിരിക്കാം. ഇത് ദിലീപേട്ടൻ കാണുകയാണെങ്കിൽ ഒരു കമൻറ്റ് അടിക്കണമെന്ന് വിനീതമായി